ഹായ് ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തയ്ക്ക ബോൾസാണ്. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം. ഞാൻ 2 ഏത്തയ്ക്ക തൊലി കളഞ്ഞ് വെച്ചതാണ്. നന്നായി പഴുത്ത പഴമാണ്. പിന്നെ അതിനകത്തേക്ക് ശർക്കര, 2 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്, കശുവണ്ടി, മുന്തിരി, ഉണക്കമുന്തിരി എടുത്തിരിക്കുന്നത്, പിന്നെ അരമുറി തേങ്ങ ചിരകിയത്, ഏലക്ക പൊടിച്ചത്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് നെയ്യിലോ അല്ലെങ്കിൽ ബട്ടറിലോ വറുത്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ബാറ്ററും തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ചെറുതാക്കി എടുക്കാം. ഇത് നമ്മുടെ ഏത്തയ്ക്ക ഇതുപോലെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഞാൻ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൈദപ്പൊടി എടുക്കേണ്ടവർക്ക് മൈദപ്പൊടി എടുക്കാം. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആട്ടപ്പൊടി എടുത്തിരിക്കുന്നത്. ഇതിന് ഇത്രയും മാവിന് 4 സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ബാറ്റർ തയ്യാറാക്കാം. പഴംപൊരിക്കൊക്കെ നമ്മൾ ബാറ്റർ തയ്യാറാക്കണം. അത്രയും കൺസിസ്റ്റൻസിയിൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതലായ പെട്ടെന്ന് വെള്ളം അധികമായ ബുദ്ധിമുട്ടാവുമല്ലോ. നമുക്ക് അതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒത്തിരി ഉപ്പ് വേണ്ട, ഒരു നുള്ളു മതി. ഇതല്ല, ഈ ഒരു പാകത്തിൽ മതി നമുക്ക് ബാറ്റർ തയ്യാറാക്കിയത്. കാരണം ഓരോ ബോൾസ് ഇതിൽ മുക്കിയിട്ട് വേണം നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഏത്തയ്ക്ക, തേങ്ങ, കശുവണ്ടി, മുന്തിരി, ഏലക്കപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് നെയ്യിൽ ഫ്രൈ ആക്കിയെടുക്കാം. ബാറ്ററും തയ്യാറായിട്ടുണ്ട്. ഏത്തയ്ക്ക വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ച ഏത്തയ്ക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യോ ബട്ടറോ ഇനി ഇതൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ തയ്യാറാക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കുറച്ച് നേരം നെയ്യിൽ വഴന്നതിന് നമുക്ക് ഉടച്ചെടുക്കാൻ എളുപ്പമാവും. ഏത്തയ്ക്ക് നന്നായിട്ട് വഴന്ന് വരാറായിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇരുന്നതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഇങ്ങനെ തന്നെ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചാൽ മതി. വലിയ കാര്യമായിട്ട് ഉടയേണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് ആ ബോൾസ് പിടിക്കാൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമുക്കിനി ഏത്തയ്ക്ക് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. ഇപ്പം അത്യാവശ്യം നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉടച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിതിനകത്ത് മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യുടെ അളവ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നെയ്യുടെ അളവ് നമുക്ക് കുറവാണ്, ശാലം കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് ശാലം നെയ്യ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. നമുക്ക് നെയ്യ് ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം. 1/2 സ്പൂണും കൂടി നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ മധുരത്തിന് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. പഞ്ചസാര ഉപയോഗിക്കുന്നവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു 2 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടി ഒന്ന് മെൽറ്റായി വരണമല്ലോ.
അപ്പോൾ മധുരത്തിന് വേണമെങ്കിൽ അതിനകത്ത് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഏലക്കപ്പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉണ്ടോ നമ്മുടെ ഇത് ചെയ്യുമ്പോൾ നിറയ്ക്കാനുള്ള നമ്മുടെ ഏത്തയ്ക്കയും തേങ്ങയും കശുവണ്ടിയും മുന്തിരിയും കൂടി ഉള്ള അത് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബർണർ ഓഫ് ചെയ്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടി നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കണമെങ്കിൽ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ട് നല്ല കുഴഞ്ഞ് ഒരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ട് നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഈ കശുവണ്ടി വേണമെങ്കിൽ വറുത്തിടുന്നവർക്ക് വറുത്തിടാം. നമ്മൾ ഓൾറെഡി ഇത് ബാറ്ററാക്കിയിട്ട് ആ എണ്ണയിൽ ബാറ്ററിൽ മുക്കി വറുക്കുന്നതുകൊണ്ട് അതേ കിടന്ന് അത് മൊരിഞ്ഞു വന്നോളൂ. അതുകൊണ്ടാണ് ഞാനിതിൽ ഡയറക്റ്റായിട്ട് ഇട്ടിരിക്കുന്നത്. നമുക്കിത് ബർണർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ആറിയതിന് ശേഷം നമുക്ക് ഓരോ ബോൾസാക്കി തയ്യാറാക്കിയിട്ട് ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. ഇത് നമ്മുടെ ഫില്ലിങ് ആറി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഓരോ ബോൾസാക്കി എടുക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുക്കുന്നത്. നമുക്കിത് ഇതുപോലെ തന്നെ എല്ലാം ബോൾസാക്കി എടുക്കാം. ഇത് നമ്മുടെ എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ബോൾസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ഓരോ ബോൾസിലും ഓരോ കശുവണ്ടി വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? പിന്നെ നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് വറുത്ത് കോരാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നും ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ സ്നാക്സായിട്ട് കൊടുക്കാൻ പറ്റിയ ഹെൽത്തിയായ ഒരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ആട്ടയ്ക്ക് പകരം മൈദ എടുക്കുന്നവർക്ക് മൈദ യൂസ് ചെയ്യാം. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഐറ്റംസാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളുമാണ്, ടേസ്റ്റിയാണ്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓരോന്ന് ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറുവശവും കൂടി ആയതിനു ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇത് കണ്ടില്ലേ? ഈ ഒരു പാകത്തിന് നമുക്ക് എല്ലാം കോരിയെടുക്കാം. ഇനി അടുത്ത സെറ്റും കൂടി നമുക്ക് വറുത്തെടുക്കാം. അടുത്ത ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും ബോൾസല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 സെറ്റായിട്ട് വറുക്കാനുള്ളതേ ഉള്ളൂ. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. പിന്നെ കശുവണ്ടിയും ഉണക്കമുന്തിരിയൊക്കെ ഹെൽത്തി ആയ ഇതാണല്ലോ. അപ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ സ്നാക്സായിട്ട് കൊടുത്തു വിടാനും വൈകുന്നേരം 4 മണിക്കായിട്ട് കൊടുക്കാനൊക്കെ നല്ല ഒരു ഡിഷാണ്. ഹെൽത്തി ആയൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏത്തപ്പഴം പഴമായിട്ട് കഴിക്കാൻ, പുഴുങ്ങിയിട്ടും പച്ചയ്ക്കൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വേണ്ടോ? ഈ സൈഡായിട്ടുണ്ട്. നമുക്കെല്ലാം ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ മറു സൈഡും ആയിട്ടുണ്ട്. നമുക്കിനിത് കോരിയെടുക്കാം. ഇതാ നമ്മുടെ ഹെൽത്തിയായ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളും ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഏത്തപ്പഴം പച്ചയ്ക്ക് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല മധുരമൊക്കെ ഉണ്ടാകും. അപ്പോൾ കുട്ടികളത് കഴിച്ചോളും. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം.